നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മൾക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? ഒരു മാല. ഇനി എന്ത് കാണാൻ നിക്കാടാ? വാ. വെറുതെ വന്ന് നാക്കിട്ടടിച്ച് എല്ലാവരുടെയും മനസ്സൊന്ന് കലക്കി മറിക്കണം. എന്നിട്ട് മൂക്കുമുട്ട വെട്ടി വിഴുകി സ്ഥലം വിടണം. അതാണ് വസന്ത. ഇന്നത്തെ പതിവ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി കുറെ നാളത്തേക്ക് പേടിക്കണ്ട മാധവ. അല്ലെങ്കിലും വസന്തയെ പോയിട്ട് മോള് നമുക്കിപ്പോ ആവശ്യമാണമ്മേ. കുത്തുവാക്ക് കേൾക്കാനാണോ? അതിനവള് പറയുന്നൊന്നും കുത്തുവാക്കായിട്ട് ഞങ്ങൾക്ക് തോന്നില്ലല്ലോ. മനസ്സാകെ മരവിച്ചിരിക്കയല്ലേ. പിന്നെന്താ വസന്തയെ കൊണ്ടൊരു ഗുണം? അവള് വന്നു പോകുന്നവരെ വീടിന് ഒരു ഒച്ചയും ബഹളമൊക്കെ ഉണ്ട്. വന്ദനമ്മേ, ഈ മാല എവിടെന്നാ വന്ദനമ്മേ? വന്ദനമ്മ ഇത് എപ്പോഴാ വാങ്ങിയത്? ഇതുപോലെ ലോക്കറ്റിട്ട മാല സുചിത്ര ആന്റിക്കുണ്ടല്ലോ. പിന്നെ ഹരിതാന്റിക്കുണ്ട്, വർഷാന്റിക്കുണ്ട്. അച്ചമ്മയ്ക്കുണ്ടല്ലോ. പക്ഷെ ദിയമ്മള് വന്ദനമ്മയുടെ കഴുത്തില ആദ്യമായിട്ടാ കാണുന്നത്. മോളെ, വസന്ത ചേച്ചി വല്ലാതെ വേദനിപ്പിച്ചു അല്ലേ? വസന്ത ചേച്ചിയുടെ ഈ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? പോട്ടെ മോളെ. വസന്ത അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞു പോയതാ. ഒന്നും മനസ്സിൽ വെച്ചിട്ടാവില്ല. മോൾ അതൊക്കെ അങ്ങ് കളഞ്ഞേക്കും. അച്ഛമ്മേ, ദിയമ്മൾക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? ഒരു മാല.
ഹലോ, ആ പറഞ്ഞു. മാധുവിനെ കിട്ടിയില്ലേ? ഉണ്ടായിരുന്നല്ലോ. ഞാൻ നോക്കട്ടെ, ഞാനിപ്പോ വരാം. മോളെ, മോൾക്ക് എന്താ പറയാനുള്ളത്? ആന്റിയോട് പറ. അത് മാല സുയിത്രേ, ദാ വരുന്നു. പ്രകാശേട്ടൻ വിളിക്കുന്നുണ്ട്. മോളെ, എന്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു മാലയുണ്ടെന്ന കാര്യം മോൾ ആരോടും പറയരുത്. പറഞ്ഞ എന്താ വന്ദനമ്മേ? ഞാൻ അച്ഛമ്മയോട് പറയാൻ തുടങ്ങിയതാ. അയ്യോ, പറയരുത്. ഇത് പുറത്ത് പറയേണ്ട സമയമാവുമ്പോ വന്ദനമ്മ മോളോട് പറയാം. അപ്പൊ മോള് പറഞ്ഞാ മതി. ഇന്ന് പറഞ്ഞ പോരാ, മോള് വന്ദനമ്മയ്ക്ക് സത്യം ചെയ്തു തരണം. വന്ദനമ്മയ്ക്ക് തലയിൽ കൈവച്ച് സത്യം ചെയ്തു തരണം. വന്ദനമ്മയുടെ കഴുത്തിൽ ഈ മാല കണ്ട കാര്യം ദിയമോൾ ആരോടും പറയില്ല. സത്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.